വിനോദവും പഠനവും പ്രകൃതി സൗഹൃദ അന്തരീക്ഷവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന പുതിയൊരു കേന്ദ്രം കണ്ണൂരിൽ ഒരുങ്ങി. അണ്ടർ വാട്ടർ ടണൽ, പെറ്റ്സ് വില്ലേജ് ഉൾപ്പെടെ ആകർഷകമായ നിരവധി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഏബിൾ വില്ലേജ് ജനുവരി 16-ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ശ്വേതാ മേനോൻ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാഹസിക വിനോദങ്ങൾ മുതൽ പ്രകൃതി അനുഭവങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന നിരവധി ആക്ടിവിറ്റികളാണ് കണ്ണൂർ പാടിക്കുന്നിലെ ഏബിൾ വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. ഒട്ടകപ്പുറത്തുള്ള യാത്ര, വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷ് ടണൽ, സാഹസികവും ഭീകരത നിറഞ്ഞതുമായ മലയിടുക്കിലെ ഗുഹാ സന്ദർശനം, പാടിക്കുന്നിലൂടെ കുതിര സവാരി, ചൂണ്ടയിടൽ പ്രേമികൾക്ക് ഉല്ലാസകരമായ അനുഭവം സമ്മാനിക്കാൻ ചൂണ്ടയിടാനും കിട്ടുന്ന മീനുകൾ പാചകം ചെയ്ത് കഴിക്കാനുമുള്ള സൗകര്യം, കണ്ണിന് കുളിരേകുന്ന വർണ്ണപ്രപഞ്ചം തീർത്ത് അതിവിശാലമായ നഴ്സറി, പൂർണ്ണമായും ജൈവരീതിയിൽ വിളയിച്ചെടുക്കുന്ന പഴങ്ങളും പച്ചക്കറികളും, അതിവിശാലമായ ഡയറി ഫാം, ശുദ്ധമായ പാലുൽപ്പന്നങ്ങൾ, വിശാലമായ ഹോട്ടൽ തുടങ്ങി ഒട്ടനവധി വിനോദ പരിപാടികളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ വിശിഷ്ടാതിഥിയാകും. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ ഭാഷണം നടത്തും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രകൃതി രമണീയമായ ഈ ഭൂമിയിലെ ഇത്തരം ഒരു സംരംഭത്തിന് സ്വപ്നതുല്യമായ ഒരു സംരംഭം ആരംഭിക്കണമെന്നാണ് ആലോചിച്ചത്. നിരവധി ചർച്ചകൾ നടത്തി. മാംഗോ മിഡോസ് പോലെയുള്ള കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മിഡോസ് പോലെയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക്, അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്തത്. ഏറ്റവും പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലും നമുക്ക് വടക്കൻ മേഖലയിൽ നമുക്ക് ഇത്തരം ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ ഒന്ന് ഇവിടെ ഉല്ലസിക്കാനും അവർക്ക് സായാഹ്നങ്ങളും ഒക്കെ നന്നായി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ കേവ്, അതുപോലെ തന്നെ ബേർഡ്സ് ഫീഡിങ്, വിദേശ ഇനം പക്ഷികൾ നിങ്ങൾ കണ്ടു കാണും, ഓൾറെഡി ഇത് കണ്ടു കാണും. വിവിധ പക്ഷികൾ അവർക്ക് ഫീഡ് ചെയ്യാനുള്ളത്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു കിഡ്സ് പാർക്ക്. മറ്റൊന്ന് അണ്ടർ വാട്ടർ ടണലാണ്. മത്സ്യങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, മത്സ്യങ്ങളെ നീന്തി തുടിക്കുന്നത് കാണാനൊക്കെ ഉള്ള ഒരു മനോഹരമായ, അതുപോലെ ഫിഷ് ഫീഡിങ്, നമുക്ക് മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും, അതുപോലെ ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങൾ, അത് കുക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ, ഇവിടെ വെജിറ്റബിൾ ഒക്കെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ തന്നെ നമ്മൾ ബയോ രീതിയിൽ തന്നെ വെജിറ്റബിൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇവിടെ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളുടെ പാല്, നമ്മൾ എല്ലാ തരം നമ്മുടെ ഇന്ത്യൻ വർഗ്ഗങ്ങൾ ഏതാണ്ട് നമുക്കറിയാം ലോകത്ത് 1517 തരം പശുക്കളാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. കേരളത്തിൻ്റെ തനത് വർഗ്ഗങ്ങളുണ്ട്, വെച്ചൂർ, കാസർഗോഡ്, അതുപോലെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു എന്ന് പറഞ്ഞാൽ പൊങ്കന്നൂർ ഉൾപ്പെടെയുള്ള പിന്നെ കന്നുകാലി വർഗ്ഗങ്ങളെ ഇവിടെ നമ്മൾ പ്രദർശനത്തിന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച ഒരു ഡയറി ഫാം ഉണ്ട്. ഈ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യങ്ങളായ പാലുൽപ്പന്നങ്ങളെ, ഐസ്ക്രീം ഉൾപ്പെടെ എല്ലാ തരം വൈവിധ്യങ്ങളായ പാലുൽപ്പന്നങ്ങളെ അത് വിൽപ്പനയ്ക്കും ഒക്കെ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നഴ്സറി, ഗാർഡൻ നഴ്സറി ഉണ്ട്. ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള അവർക്ക് ഓർണമെന്റൽ ചെടികൾ നമുക്ക് വാങ്ങുന്നതിനുള്ള നഴ്സറി, ഗാർഡൻ നഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് സംവിധാനങ്ങൾ, അതുപോലെ ഇവിടെ ഭാവിയിൽ ആളുകൾക്ക് വന്ന് താമസിക്കാൻ സൗകര്യമുള്ള ഹട്ടുകളും, അതുപോലെ തന്നെ കേവ് ഹൗസുകളും, റോപ്പ് വേ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഭാവിയിൽ ഇതിന് ആലോചിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഏബിൾ വില്ലേജ് മാനേജിംഗ് ഡയറക്ടർ K പ്രജേഷ്, ജയൻ MV, കോർഡിനേറ്റർമാരായ CP ശിവദാസൻ, KC ബിജുമോൻ, വിനോദ് കണ്ടക്കൈ എന്നിവർ പങ്കെടുത്തു. സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂണ്ട ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഹാർവസ്റ്റ് ചെയ്യാം.